കഴക്കൂട്ടത്ത് വീട് കയറി ആക്രമിച്ചതിന് പോലീസിൽ പരാതി നൽകിയ ആളിന്റെ വീടിന് തീയിട്ടു. കഴക്കൂട്ടം ഫാത്തിമപുരം സ്വദേശി ഉണ്ണി എന്ന രതീഷാണ് വീടിന് തീയിട്ടത്. സ്റ്റാലിന്റെ വീട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. 5 ദിവസം മുൻപ് മറ്റൊരു വീട് കയറി ആക്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. ഗോകുൽനാഥ് വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, എന്താണ് സംഭവിച്ചത് അവിടെ? അക്ഷയ, ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് വീട് കയറി ആക്രമിച്ചതിന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി നൽകിയ ആളുടെ വീടാണ് നിലവിൽ പ്രതി. അതായത് ക്രിമിനൽ കുറ്റം മുൻപ് ഈ പറയുന്ന പോലെ തന്നെ കഴക്കൂട്ടം കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ റൌഡി ലിസ്റ്റിൽ പേരുള്ള രതീഷ് എന്ന പേരുള്ള, അതായത് ഉണ്ണി എന്ന് വിളിപ്പേരുള്ള രതീഷാണ് നിലവിൽ കൽപ്പന കോളനിക്കകത്ത് സമീപം താമസിക്കുന്ന ഫാത്തിമപുരത്ത് സ്റ്റാലിന്റെ വീടിന് എത്തിയിട്ടത്. ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഈ വാക്കുതർക്കത്തെ തുടർന്ന് ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ സ്റ്റാലിന്റെ അമ്മയുടെ വീട് കയറി ആക്രമിച്ചിരുന്നു. അതിൽ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ വീണ്ടും വാക്കുതർക്കം ഉണ്ടാകുകയും ഇയാൾക്ക് നിലവിൽ അദ്ദേഹത്തിന് ജീവ ഭീഷണി വരെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ വീടിന് തീരുന്നത്. വീട് പൂർണ്ണമായും കത്തിയവർന്ന അവസ്ഥയിലാണ്. പോലീസ് വിവരം അറിയിച്ചതിന്റെയും സ്റ്റാലിന്റെ മാതാവിന്റെ വീട് കയറി ആക്രമിച്ചതിനടക്കമുള്ള കേസ് കൊടുത്തതിനുള്ള വിരോധമാണ് ഇത്തരത്തിൽ വീട് കയറി ആക്രമിക്കാൻ കാരണം. ഒരു 5 ദിവസം മുൻപ് മറ്റൊരു വീട് കയറി ആക്രമിച്ചതിന് ഇതേ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇയാൾ അക്രമം നടത്തുമെന്നും പ്രതിക്ക്, അതായത് നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റാലിനെ ആക്രമിക്കുമെന്നുള്ള രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഇയാൾ സ്ഥലത്തെത്തുമെന്നറിഞ്ഞ് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പാർവതിപുത്ര നീന്തി കയറി വീടിന് തീയിടുകയായിരുന്നു. കയ്യിൽ പെട്രോൾ അടക്കമുള്ളവ കരുതിയിരുന്നു. പോലീസും കഴക്കൂട്ടം അഗ്നിശമന സേനയും തീ അണച്ചെങ്കിലും അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീട് പൂർണ്ണമായും കത്തി അമരുകയായിരുന്നു. 2 സ്റ്റേഷനുകളായി 40ഓളം കേസുകൾ ഉണ്ട് ഈ നിലവിൽ പറയുന്ന പഞ്ചായത്ത് ഉണ്ണിക്ക്. കാപ്പ കരുതൽ തണലുകൾ കഴിഞ്ഞ് അടുത്തിടെയാണ് ഇയാൾ പുറത്തിറങ്ങിയെന്നടക്കമുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അക്ഷയ. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്ത് ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട് പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്.